വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ വായിൽ വരുന്ന സകല വെഡിത്തരങ്ങളും വിളിച്ചു പറയുക, അതുപോലെ നമുക്ക് ഉപകാരം ചെയ്തവരോട് നന്ദികേട് പറയുക. ഒരു കുറച്ച് നാൾ മുന്നേ വന്ന് എല്ലാവരോടും ഭയങ്കര സ്നേഹമാണ്, എനിക്ക് എല്ലാവരോടും കടപ്പാടാണ് എന്നെല്ലാം പറഞ്ഞിട്ട് 1.5-2 വർഷമായപ്പോൾ എല്ലാം വന്ന് മാറ്റി പറയും. പിന്നെ അത് ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരിടത്ത് പറയുന്നതല്ല ഇപ്പുറത്തെ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. സകല നുണയും കള്ളത്തരവും പറയുന്ന ഇവരാണോ നല്ല ഒരു ഇൻഫ്ലുവൻസർ? ഇവർക്ക് എന്തിൻ്റെ ബേസിലാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്? നല്ല ഇൻഫ്ലുവൻസറാണോ? ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും താരസ്വരിലേക്ക് സ്വാഗതം. നമ്മൾ നിമിഷ ബിജോ എല്ലാവർക്കും അറിയാൻ പറ്റും. നിമിഷ ബിജോ രണാസിനയുടെ ക്ലോസ് ഫ്രണ്ടാണ്. അപ്പം കഴിഞ്ഞ ദിവസം രണാസിന ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. യൂട്യൂബേഴ്സിനോടും സോഷ്യൽ മീഡിയയിലുള്ളവരടുത്തും പറഞ്ഞു, നിങ്ങളൊക്കെ ഇത്രയും കാര്യങ്ങൾ പറയുന്നല്ലോ, എൻ്റെ മക്കളെ കൂടെ നിങ്ങൾ നോക്കിക്കൊള്ളൂ എന്ന് പറയുന്നു. ഒരിക്കലും ഇന്ന് വരെയും എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനും ഒരു പെറ്റമ്മയാണ്. അപ്പം ഒരിക്കലും ഒരു അമ്മയുടെ വായിൽ നിന്നും ഇങ്ങനെയൊരു വാക്ക് തമാശയ്ക്ക് പോലും വരില്ല. അവർക്കത് പറയാൻ സാധിക്കില്ല. ഒരുപാട് അമ്മമാരെ നമ്മൾ കാണുന്നുണ്ട്, എത്ര മക്കൾ തെറ്റ് ചെയ്താലും ആ മക്കളടുത്ത് ക്ഷമിച്ചു കൊടുക്കുക, ആ മക്കളടുത്ത് പുറത്തു. അതാണ് അമ്മ, സർവം സഹയാണ് അമ്മ. ആ ഒരു വാക്ക്, അമ്മ എന്ന വാക്കിന് വിശാലമായ അർത്ഥമാണ്. എന്തും സഹിക്കുന്നവളാണ്. പുരുഷനേക്കാളും ഒരു തട്ട് മേലായിട്ട് ആളുകൾ പറയുന്നത് ആ ഒരു സഹനശക്തിയിൽ നിന്നാണ്. ആ ഒരു അമ്മയുടെ വായിൽ നിന്ന് ഒരിക്കലും ഇങ്ങനൊരു സെൻറ്റൻസ് എൻ്റെ മക്കളെ നോക്കിക്കോ എന്ന് പറയാൻ പാടില്ല. അത് തെറ്റ് തന്നെയാണ്. ഇവർക്ക് ഇപ്പം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ നല്ല ഇൻഫ്ലുവൻസറിന് ഉള്ള അവാർഡ് കിട്ടി. എന്തിൻ്റെ ബേസിലാണ്? ഇവരുടെ ഈ ഒരു സ്വഭാവത്തിന്. ഓടി നടന്ന് ഓരോ ഇൻ്റർവ്യൂ കൊടുക്കുന്നു, അതിൽ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ വിളിച്ച് പറയാണ്. ഒരു ബോധവും പൊക്കണവും ഇല്ലാതാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത്? അപ്പം ഇവിടെ നമ്മൾ നിമിഷയുടെ കാര്യമാണ് പറഞ്ഞു വന്നത്. നിമിഷ പക്ഷേ ആ ഒരു കാര്യത്തിൽ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിമിഷയും അതിനോട് യോജിക്കുന്നു. ഒരമ്മ ഒരിക്കലും പറഞ്ഞുകൂടാത്ത ഒരു വാക്കാണ്. എത്ര തിരക്കാണെങ്കിലും എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അമ്മയുടെ ഡ്യൂട്ടി തന്നെയാണ് മക്കളെ നോക്കുക എന്നുള്ളത്. അത് വളരെ തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി എന്ന് ഓപ്പണായിട്ട് നിമിഷയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൊച്ചിനെ നോക്കുക, എന്റെ കൊച്ചിന് തൈകളൊന്നും വേണ്ട. കാരണം കൊച്ചിനെ നോക്കാനായിട്ട് ഒരമ്മയും എന്റെ കൊച്ചിനെ നോക്കാൻ നേരമില്ല. എന്റെ കൊച്ചിനെ പോയി നോക്കിക്കോ എന്ന് പറഞ്ഞ ഒരു അമ്മയെ പറയാനില്ല. അപ്പോൾ എനിക്ക് 2 മക്കളുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് സംസാരിച്ചപ്പോൾ എന്നോട് പറയും, അമ്മ എന്നാ കൊച്ചിനെ കൊണ്ടുവരും, മോനെ പറയും, ആ കൊച്ചിനെ കൊണ്ടുവരും, നമ്മുടെ കൂട്ടുകാരില്ലേ, നമുക്ക് നോക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ആരെ നോക്കിക്കോളാം, ഇല്ല അവരെ കൊച്ചിനെ കാണാൻ വെച്ചിട്ട് തരണം എന്ന് പറഞ്ഞു ഞാൻ കൊടുത്തു. ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, എവിടെ ഏത് സിറ്റുവേഷനിൽ എന്ത് പറയണമെന്നൊരു ബോധം രണാസുനയ്ക്കില്ല. പിന്നെ എന്തെങ്കിലും വായി വരുന്ന എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് ഫേമസ് ആകുക, അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഓരോ ദിവസവും ഇവർ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇവർ പോലും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനപ്പുറത്തിരുന്നോണ്ട് രേഷ്മ കൈയടിച്ച് ചിരിക്കുകയാണ്. കല്യാണമല്ല, നിശ്ചയമല്ല, അല്ലെങ്കിൽ 2 വർഷം തികഞ്ഞ ഓർമ്മ ദിവസമാണ്. ഓർമ്മ ദിവസത്തിൽ അവിടെ നടക്കുന്നതാണ് ഫോട്ടോഷൂട്ട്. 2ാമത് അലൻ ജോസ് പെരേരയുടെ ഡാൻസ്. ആ ഡാൻസ് അങ്ങേരിക്കോ വിവരമില്ല. അങ്ങേര് അവിടെ നിന്ന് ഡാൻസ് കളിക്കുമ്പോൾ അപ്പുറത്ത് നിന്നുകൊണ്ട് ഭാര്യ ഏത് നേരവും വാഴ്ത്തിപ്പറയുന്ന, സുധിച്ചേട്ടനാണ് എൻ്റെ എല്ലാം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വാഴ്ത്തിപ്പറയുന്ന സ്വന്തം ഭാര്യ അപ്പുറത്ത് നിന്നുകൊണ്ട് കൈയടിച്ചു. അത് കഴിഞ്ഞിട്ട് അഭിനന്ദനം അർപ്പിക്കുന്നു. ഒരു ഓർമ്മ ദിവസത്തിൽ അവിടെ നിന്നുകൊണ്ട് അഭിനന്ദനം അർപ്പിക്കുകയാണ്. ഇതിനൊക്കെ എന്താണ് പറയുന്നത്? ചുരുക്കം പറഞ്ഞാൽ രണാസിന് ഇത്രയും നാൾ കൊടുത്ത ഇൻ്റർവ്യൂ എല്ലാം തിരിച്ച് ബൂമറാങ് പോലെ അവർക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ചാനൽസ് ഇതെടുത്തിട്ട് കറക്റ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതെന്ത് മര്യാദയില്ലായ്മ. അന്നേരം ഇത് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് ഇതെല്ലാം എൻ്റെ ശരികളാണ്. ഇതാണ് ഒരു ഇൻഫ്ലുവൻസർ പറയുന്ന സെൻറ്റൻസ്. കുറേ മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ട് എല്ലാം എൻ്റെ ശരി. സുധിച്ചേട്ടൻ എന്റെ അടുത്തുണ്ട്, സുധിച്ചേട്ടൻ എന്റെ ഇടത്തുണ്ട്, സുധിച്ചേട്ടൻ എന്റെ വലത്തുണ്ട്, എന്റെ ഹൃദയത്തിലുണ്ട്, എവിടെയെങ്കിലും ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ എന്റെ പൊക്കയുടെ പുറകിലുണ്ട്. അബദ്ധത്തിൽ എന്തെങ്കിലും അലിഗേഷൻസ് വന്നാൽ ഉടനെ സുധിച്ചേട്ടന്റെ പേരെടുത്തിരുന്നു. ഇത്രയും സ്നേഹമുള്ള ഒരു ഭാര്യയാണ് ആ പുറകിൽ നിന്നുകൊണ്ട് കൈയടിക്കുന്നത്. പ്രത്യേകം നോട്ട് കാണുന്നത്.
തന്നെ ചെയ്യണം. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട് കുതിരവട്ടമല്ലല്ലോ. കൈ വെട്ടിട്ട് പ്രോത്സാഹിച്ചു കൊടുക്കണം അതിന്റെ ഇടയിൽ എന്റെ നാട്ടുകാരെ കളിക്കാനുള്ള പാസം കാണിക്കും. കൈകൊട്ടി പ്രോത്സാഹിച്ചത് മാത്രമല്ല, ഇവിടെ വന്ന് ഡാൻസ് ആടി ഇത്രയും സന്തോഷമാക്കി മാറ്റിയ അലൻ ജോസ് പെരേരയ്ക്ക് അഭിനന്ദനങ്ങൾ വരെ അവിടെ അർപ്പിച്ചു കഴിഞ്ഞു. അതുമാരാണ് കൊല്ലം സുധിയോട് സ്നേഹനിധിയായ ഭാര്യ. ഓക്കെ, ഇത്രയും നേരം ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.